BA degree program, semester 4, complementary course, Indian philosophy, non-Vedic schools. Module 1, development of Indian philosophical thought, division into Vedic and non-Vedic schools, major authors and works of non-Vedic schools. Indian philosophical systems. Indian philosophical traditions are divided into two, Astika and Nastika. Astikas accept the authority of Vedas, Nastikas do not accept the authority of Vedas. Astika schools: Sankhya, Yoga, Nyaya, Vaisheshika, Purvamimamsa, Uttaramimamsa. Nastika schools are Buddhism, Jainism, Charvaka. ഭാരതീയ ദർശനങ്ങളെ പരമ്പരാഗത രീതി അനുസരിച്ച് ആസ്തികമെന്നും നാസ്തികമെന്നും രണ്ടായി തിരിക്കാം. നിലവിലുണ്ടായ വിജ്ഞാന ശേഖരങ്ങളായ വേദങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഭജനം. വേദങ്ങളെ അംഗീകരിക്കുന്ന ദർശനങ്ങളെ ആസ്തികമെന്നും വേദങ്ങളെ അംഗീകരിക്കാത്തവയെ നാസ്തികമെന്നും പറയുന്നു. ആസ്തിക ദർശനങ്ങൾ 6 എണ്ണമാണ്. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ. നാസ്തിക ദർശനങ്ങൾ 3 എണ്ണം. ബൗദ്ധദർശനം, ജൈനദർശനം, ചാർവാക ദർശനം. വേദങ്ങളെ അംഗീകരിക്കുകയും അവ പിന്തുടരുകയും ചെയ്യുന്ന ദർശനങ്ങളാണ് മീമാംസയും വേദാന്തവും. അവ ആസ്തികങ്ങളാണ്. എന്നാൽ ന്യായം, വൈശേഷികം, സാങ്ക്യം, യോഗം എന്നിവ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ദർശന ശാഖകളല്ല. അവ സാമാന്യ ജനങ്ങളുടെ അനുഭവങ്ങളുടെ സ്വതന്ത്ര അടിസ്ഥാനത്തിലുള്ളവയാണ്. എന്നാൽ അവ വേദങ്ങളെ നിരാകരിച്ചില്ല. അവയും ആസ്തിക ദർശനങ്ങളായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ തത്വചിന്തകളിൽ പലതിനെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ വേദങ്ങളും ഉപനിഷത്തുകളും ന്യായീകരിക്കുന്നതായി കാണാം. ഇന്ത്യൻ ദർശനധാരകൾ ഏതാണ്ട് ഒരേ കാലത്ത് ഉത്ഭവിക്കുകയും സമാന്തരമായി വികസിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നു. ആസ്തിക ദർശനങ്ങളിൽ ഒന്നാമത്തേതായ സാങ്ക്യം. ആസ്തിക ദർശനങ്ങളിൽ സാങ്ക്യം അതിപ്രാചീനമായ ഭാരതീയ ദർശനമാണ്. കപിലമുനിയാണ് ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായി ഈ ദർശനത്തെ കണക്കാക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സാങ്ക്യസൂത്രവും സാങ്ക്യകാരികയുമാണ് ഇന്നു ലഭ്യമായ സാങ്ക്യകൃതികൾ. യോഗദർശനം. പ്രാചീന ഭാരതത്തിലെ ഒരു പ്രധാന ദർശനമാണ് യോഗം. പതഞ്ജലിയാണ് യോഗസൂത്രത്തിന്റെ കർത്താവ്. ചിത്തവൃത്തികളെ അടക്കി നിർത്തുക എന്നതാണ് യോഗം. ന്യായദർശനം. ന്യായദർശനത്തിന്റെ ഉപജ്ഞാതാവ് ഗൗതമ മഹർഷിയാണ്. ന്യായസൂത്രമാണ് ഈ ദർശനത്തിലെ പ്രധാന കൃതി. വൈശേഷിക ദർശനം. കണാദനാണ് വൈശേഷിക ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. വൈശേഷിക സൂത്രമാണ് പ്രധാനപ്പെട്ട വൈശേഷിക കൃതി. പൂർവമീമാംസ. ജൈമിനി മഹർഷിയാണ് മീമാംസ ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. മീമാംസ സൂത്രമാണ് അടിസ്ഥാന ഗ്രന്ഥം. ഉത്തരമീമാംസ അഥവാ വേദാന്തം. ഷഡ്ദർശനങ്ങളിൽ വേദാന്തത്തിനാണ് പരമപ്രധാനം. ഒരേയൊരു സത്യം ബ്രഹ്മമാണെന്നും മറ്റെല്ലാം മിഥ്യയാണെന്നും വേദാന്തം ഉദ്ഘോഷിക്കുന്നു. ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഇവയെ പ്രസ്ഥാനത്രയം എന്ന് വിളിക്കുന്നു. ബുദ്ധ, ജൈന, ചാർവാക മതങ്ങളാണ് അവൈദിക ദർശനങ്ങൾ. Module 2, Charvaka Darshana. Charvaka Darshana is mentioned first in the 16th century. It is regarded as the most radical of the Indian philosophical systems.
one of the ancient Indian Darshana. Brihaspati is the propounder of the Darshana. They had a variety of aesthetic and materialistic beliefs. Madhava's Sarva Darshana Sangraha is the available text. Charvaka rejects the existence of other worldly entities such as immaterial soul or God and the afterlife. Charvaka accepts the only one pramana, that is Pratyaksha. Charvaka's primary philosophical import comes by way of scientific and naturalistic approach to metaphysics. The term Charvaka literally means philosophy of the people. The Logayata posited that the world itself and all material objects of the world are real. They held that all of existence can be reduced to the four elements of air, water, fire and earth. വളരെ പഴക്കമുള്ള ഭാരതീയ തത്വചിന്തകളിൽ ഒന്നാണ് ചാർവാക ദർശനം അഥവാ ലോകായതം. ബൃഹസ്പതിയാണ് ഈ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശ്വസിക്കുന്നു. ഭൗതികവാദം എന്നറിയപ്പെടുന്ന ലോകായതത്തിൻ്റെ യഥാർത്ഥ കൃതികൾ ഒന്നും കണ്ടുകിട്ടിയിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മാധവന്റെ സർവദർശന സംഗ്രഹത്തിലെ ആദ്യ അധ്യായം മുഴുവനും ലോകായതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ശ്രീശങ്കരാചാര്യർ ഉൾപ്പെടെ നിരവധി ദാർശനികർ പൂർവപക്ഷമെന്ന രീതിയിൽ ഈ ദർശനത്തെ വിവരിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗതികവാദം എന്ന ഇന്നത്തെ ആധുനിക ദർശനങ്ങളുടെ ആദ്യ രൂപമാണ് ലോകായതം. വൈദികമായ ദർശനങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ലോകായതം ഖണ്ഡിക്കുന്നു. ജീവിതം ഒന്നു മാത്രമേ ഉള്ളുവെന്നും പുനർജന്മം, നരകം, സ്വർഗം തുടങ്ങിയ വിശ്വാസങ്ങൾ തെറ്റാണെന്നും വൈദിക കർമ്മങ്ങളെല്ലാം പുരോഹിതന്മാരുടെ നിലനിൽപ്പിനു മാത്രമുള്ളതാണെന്നും ലോകായത ദർശനം അവതരിപ്പിക്കുന്നു. ലോകായതം ഒരേ ഒരു പ്രമാണം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. പ്രത്യക്ഷ പ്രമാണമാണത്. വായു, ജലം, അഗ്നി, ഭൂമി എന്നീ ഭൂതങ്ങളുടെ സമ്മേളനമാണ് എല്ലാ ഉണ്മകളും എന്ന് ചാർവാകമതം വിശ്വസിച്ചു പോരുന്നു. Module 3 Buddha Philosophy. The word Buddha means enlightened. The founder of Buddhism is Siddhartha Gautama. The period of Buddhism is 6th century BC. It had existed more than 2500 years ago. Buddhism one of the major religion in the world. Tripitakas. Tripitaka or three baskets is a traditional term used for various Buddhist scriptures. It is written in Pali language. Tripitakas are Vinayapitaka, Suttapitaka, Abhidhammapitaka. ക്രിസ്തുവിന് മുൻപ് 6-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധന്റെ പ്രബോധനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതും വേദങ്ങളെ പ്രമാണങ്ങളായി അംഗീകരിക്കാത്തതുമായ പ്രധാനപ്പെട്ട ഒരു ഭാരതീയ തത്വചിന്തയാണ് ബുദ്ധദർശനം. മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് കാരണമെന്ത്, അവയ്ക്ക് എന്ത് പരിഹാരമുണ്ട് എന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ബുദ്ധനു ലഭിച്ച ജ്ഞാനദർശനങ്ങളാണ് ഈ ദർശനധാരയുടെ ആധാരം. ആദ്യകാലത്ത് വാമൊഴിയായി പ്രചരിച്ചിരുന്ന ബുദ്ധന്റെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും പിന്നീട് ത്രിപിടകങ്ങൾ എന്ന പേരിൽ ഗ്രന്ഥങ്ങളായി. പാലി ഭാഷയിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത്. പ്രധാനപ്പെട്ട 3 പിടകങ്ങളാണ് വിനയപിടക, സുത്തപിടക, അഭിധമ്മപിടക. ബൗദ്ധ സാഹിത്യകൃതികളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളായി ത്രിപിടകങ്ങളെ കാണാം. BC 3-ാം നൂറ്റാണ്ടിലാണ് പാലി ഭാഷയിൽ ബുദ്ധോപദേശങ്ങളെ സമാഹരിച്ചത്. ത്രിപിടകത്തിൽ ചൊല്ലുകൾ, കവിതകൾ, ചെറുവിവരണങ്ങൾ, സംവാദങ്ങൾ എന്നിവ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു. വിനയപിടകം. പിടക ഗ്രന്ഥശാഖയിലെ 1-ാമത്തെ പിടകമാണ് വിനയപിടകം.
പരിവ്രാജികളുടെ ദിനചര്യകളും അഥവാ ബുദ്ധഭിക്ഷുക്കളുടെ ദിനചര്യകളും ഐതിഹ്യങ്ങളും ഉപന്യാസങ്ങളും മുതലായവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിനയപിടകത്തിൽ 4 ഉപവിഭാഗങ്ങളുണ്ട്. സുത്തപിടകം. ബുദ്ധമത തത്വങ്ങൾ പ്രതിപാദിക്കുന്ന സുത്തപിടകമാണ് ഏറ്റവും വലിയ വിഭാഗം. നിർവ്വാണത്തിൻ്റെ തത്വങ്ങളും ബുദ്ധധർമ്മങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതിൽ 5 ഉപവിഭാഗങ്ങളുണ്ട്. ദിഘനികായം, മത്സ്യനികായം, അങ്കുത്തരനികായം, സംയുക്തനികായം, ഹുതനികായം. അഭിധമ്മപിടകം. 3ാമത്തെ പിടകമാണ് അഭിധമ്മപിടകം. ഇതിൽ 7 ഉപവിഭാഗങ്ങളുണ്ട്. Vinaya The Vinaya the first division of the Tipitaka, it is the textual framework upon which the monastic community is built. Sutta Pitaka. The Sutta Pitaka is the second of the 3 divisions of the Tripitaka. The Sutta Pitaka contains more than 10,000 suttas attributed to the Buddha or his close companions. Abhidhamma Pitaka. Abhidhamma Pitaka is the third and historically the latest of the 3 Pitakas or collections of texts that together compose the Pali canon of Theravada Buddhism, the form predominant in Southeast Asia and Sri Lanka. 4 Noble Truths. 4 Noble Truths is the core beliefs of Buddhism, that are: life has inevitable suffering. There is a cause to our suffering. There is an end to suffering. The end to suffering is contained in the Eightfold Path. Eightfold Path. Right understanding, right aspiration, right speech, right action, right livelihood, right effort, right mindfulness, right concentration. ബൗദ്ധദർശനത്തിലെ കാതലായ ഒന്നാണ് 4 ആര്യസത്യങ്ങൾ. 4 ആര്യസത്യങ്ങൾ ഇവയൊക്കെയാണ്: ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം. ദുഃഖനിവാരണ മാർഗങ്ങൾ അഷ്ടാംഗമാർഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവയിൽ ഒന്നാമത്തേത് സമ്യക് ദൃഷ്ടി. സമ്യക് ദൃഷ്ടി അഥവാ ശരിയായ വീക്ഷണം. അജ്ഞതയും അതുകൊണ്ടുണ്ടാവുന്ന മിഥ്യാദൃഷ്ടിയും ദുഃഖ കാരണങ്ങളാണ്. അതുകൊണ്ട് സത്യമായ അറിവും ശരിയായ വീക്ഷണവും നേടുക എന്നതാണ് ആദ്യപടി. സമ്യക് സങ്കല്പം, ശരിയായ തീരുമാനം. ലൗകിക സുഖാഗ്രഹങ്ങളും അന്യരോടുള്ള ദുർവികാരങ്ങളും ത്യജിക്കുവാൻ ബുദ്ധദർശനത്തിൽ സമ്യക് സങ്കല്പം ഉപദേശിക്കുന്നു. സമ്യക് വാക്ക്, ശരിയായ വാക്ക്. ശരിയായ വാക്കുകൾ മാത്രം പറയുക എന്നാണ് സമ്യക് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്യക് കർമ്മം. സമ്യക് കർമ്മം പേരുപോലെ തന്നെ ശരിയായ കർമ്മത്തിൽ വ്യവഹരിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ പഞ്ചശീലങ്ങൾ ഉൾപ്പെടുന്നു. സമ്യക് ജീവനം, ശരിയായ ജീവിതം നയിക്കലാണ് സമ്യക് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്യക് വ്യായാമം അഥവാ ശരിയായ പ്രയത്നം. സമ്യക് സ്മൃതി അഥവാ ശരിയായ വിചാരമാണ് ഏഴാമത്തേതായി വരുന്നത്. ഞാൻ, എൻ്റെ എന്നിങ്ങനെയുള്ള അഹം വിചാരം ഒഴിവാക്കുക. സമ്യക് സമാധിയാണ് അഷ്ടാംഗമാർഗത്തിലെ 8ാമത്തെ മാർഗം. ശരിയായ യുക്തിബോധത്തോടെ അന്വേഷണ ബുദ്ധിയോടെ സത്യത്തെ അറിയുക എന്നാണ് അഷ്ടാംഗമാർഗത്തിൽ അവസാനം വിവരിക്കുന്നത്. Buddhist schools. Buddhism divided into 2, that are Hinayana and Mahayana, again subdivided into 4. They are Vaibhashika, Sautrantika, Yogachara, Madhyamika. Hinayana. Hinayana, the more orthodox conservative schools of Buddhism. The name Hinayana was applied to these schools by the followers of the Mahayana Buddhist tradition in ancient India. Mahayana.
Mahayana is the dominant form of Buddhism. Its origin about 2000 years ago. Mahayana Buddhism has divided into many sub-schools and sects with a vast range of doctrines and practices. മഹായാനം ബുദ്ധമതത്തിലെ ഒരു അവാന്തര വിഭാഗമാണ്. ക്രിസ്തുവർഷാരംഭത്തിന് ശേഷം ബുദ്ധമതാനുഷ്ഠാനത്തിനും ചിന്തകൾക്കും ചില മാറ്റങ്ങളുണ്ടാകുകയും വിവിധ വീക്ഷണഗതികൾ രൂപപ്പെടുകയും ചെയ്തു. വൈശാലിയിൽ നടന്ന ബുദ്ധമത സമ്മേളനത്തിൽ ബുദ്ധമതക്കാർ സ്ഥിരവാദികൾ അഥവാ തേരവാദികൾ എന്നും മഹാസാംഖികർ എന്നും രണ്ടു ശാഖകളായി പിരിഞ്ഞു. ശ്രീബുദ്ധനെ മനുഷ്യരൂപം കൈക്കൊണ്ട അമാനുഷ്യനായും അവതാര പുരുഷനായും കണക്കാക്കിയിരുന്നവരായിരുന്നു മഹാസാംഖികർ അഥവാ മഹായാന പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാക്കൾ. ഥേരവാദികളാണ് ഹീനയാനക്കാർ. ഇങ്ങനെ ബുദ്ധിസത്തിലെ പ്രധാന ഡിവിഷനാണ് മഹായാനവും ഹീനയാനവും. വീണ്ടും ഇവ നാലായി പിരിഞ്ഞു. അവയാണ് വൈഭാഷികം, സൗത്രാന്തികം, മാധ്യമികം, യോഗാചാരം എന്നിങ്ങനെ. Module 4 Jaina Philosophy. Jain philosophy is the oldest Indian philosophy. It deals with reality, cosmology, epistemology, etc. Jain philosophy believes on independent existence of soul and matter. Jain philosophy means the teachings of Tirthankara which are recorded in sacred Jain texts. 24 Tirthankaras are described in this philosophy. Vartamana Mahavira was the 24th Tirthankara of Jaina philosophy. Syadvada. Syadvada is the core concept of Jaina philosophy. According to Syadvada, in Jaina philosophy, all judgments are conditional, holding good only in certain conditions or circumstances expressed by the word Syad. The ways of looking at a thing are infinite in number. The Syadvada have been first formulated in Jainism by 5th or 6th century CE. 7 principles of Syadvada are Syad Asti, Syad Nasti, Syad Asti Nasti, Syad Avaktavya, Syad Asti Avaktavya, Syad Nasti Avaktavya, Syad Asti Nasti Avaktavya. ഭാരതീയ ദർശന സമ്പ്രദായങ്ങളിൽ വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കാത്തതും പുരാതനവുമായ ഒരു ദർശനമാണ് ജൈനദർശനം. ദൈവാസ്തിത്വത്തെ ജൈനദർശനം അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചം ദ്രവ്യങ്ങളാൽ നിർമ്മിതവും സത്യവും ശാശ്വതവും ആണെന്നും ആത്മാവ് അഥവാ ജീവൻ ആണ് ജീവവസ്തുക്കൾക്കും ചൈതന്യവും ബോധവും നൽകുന്നതെന്നും ജൈനദർശനം സിദ്ധാന്തിക്കുന്നു. ജൈന സ്ഥാപകരായ 24 ഗുരുക്കന്മാർ അഥവാ തീർത്ഥങ്കരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് ഇതിലെ പ്രധാനപ്പെട്ട ദാർശനികർ. ജൈനർ സ്വപ്രയത്നത്തിലൂടെ മുക്തി നേടിയ മഹാത്മാക്കളായ തീർത്ഥങ്കരന്മാരെ ആരാധിക്കുന്നു. ഋഷഭദേവനാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. ഗൗതമബുദ്ധൻ്റെ സമകാലികനായിരുന്ന വർത്തമാന മഹാവീരനാണ് 24ാമത്തെ തീർത്ഥങ്കരൻ. പ്രാകൃതം, സംസ്കൃതം എന്നീ ഭാഷകളിൽ എഴുതപ്പെട്ട അതിവിപുലമായ ദർശന സാഹിത്യം ജൈന ദർശനങ്ങളിലുണ്ട്. സ്യാദ്വാദം അഥവാ അനേകാന്തവാദമാണ് ജൈനദർശനത്തിൻ്റെ കാതൽ. ആയിരിക്കാം എന്നാണ് സ്യാദ് എന്ന പദത്തിനർത്ഥം. യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അപൂർണതയും അവ്യക്തതയും സാധൂകരിക്കുന്നതാണ് സ്യാദ്വാദം. സ്യാദ്വാദം 7 തരം പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നു. സ്യാദ് അസ്തി, സ്യാദ് നാസ്തി,
സ്യാത് അസ്തി നാസ്തി, സ്യാത് അവക്തവ്യം, സ്യാത് അസ്തി ച അവക്തവ്യം, സ്യാത് നാസ്തി ച അവക്തവ്യം, സ്യാത് അസ്തി നാസ്തി ച അവക്തവ്യം. സ്യാത് അസ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടായിരിക്കാം എന്നാണ്. സ്യാത് നാസ്തി ഇല്ലായിരിക്കാം. സ്യാത് അസ്തി നാസ്തി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. സ്യാത് അവക്തവ്യം അവർണ്ണനീയമായിരിക്കാം. സ്യാത് അസ്തി ച അവക്തവ്യം ഉണ്ടായിരിക്കാം എന്നാൽ അവർണ്ണനീയവുമായിരിക്കാം. സ്യാത് നാസ്തി ച അവക്തവ്യം ഇല്ലായിരിക്കാം അവർണ്ണനീയവുമായിരിക്കാം. സ്യാത് അസ്തി നാസ്തി ച അവക്തവ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അവർണ്ണനീയവുമായിരിക്കാം. Module 5 Other schools of non-Vedic philosophy, Pratyabhijna and Panini. Pratyabhijna. Pratyabhijna is an idealistic, monistic and theistic school of philosophy in Kashmir Shaivism, originated in 9th century. The name of the system is derived from its most famous work, Ishvara Pratyabhijna Karika by Utpaladeva. The central thesis of this philosophy is that everything is Shiva. The term Trika was used by Abhinavagupta to represent the entire Kashmir Shaivism or to designate the Pratyabhijna system. Etymologically, Pratyabhijna is formed from Prati plus Abhi, meaning is closely. So the meaning is direct knowledge of one's self-recognition. The unique message of Pratyabhijna philosophy is to have a positive approach towards each and every aspect of this world. This philosophy is meant for all human beings irrespective of caste, creed, color or sex, since it aims at enabling an individual to rise from individuality to universality. It is a practical philosophy that helps a human being to know his inner being, that is the self. 9ാം നൂറ്റാണ്ടാണ് പ്രത്യഭിജ്ഞ ദർശനത്തിൻ്റെ കാലം കണക്കാക്കുന്നത്. കാശ്മീരി ശൈവിസവുമായി ബന്ധപ്പെട്ട ദർശനമാണ് പ്രത്യഭിജ്ഞാ ദർശനം. പ്രത്യഭിജ്ഞാ ദർശനത്തിൻ്റെ പ്രധാന കൃതി ഈശ്വര പ്രത്യഭിജ്ഞാന കാരികയാണ്. ഇതിൻ്റെ കർത്താവ് ഉൽപ്പല ദേവനാണ്. ഉണ്മയുടെ ശരിയായ അറിവ് എന്നാണ് പ്രത്യഭിജ്ഞാനയുടെ അർത്ഥം. പ്രത്യഭിജ്ഞാന ദർശനത്തിൻ്റെ കാതൽ ശിവമയമാണ്. പാണിനി. Panini was an ancient Sanskrit philologist and grammarian. He was considered the father of linguistics. The period of Panini was 4th century BC. Ashtadhyayi in Sanskrit was the famous work of Panini. It contained 8 chapters and 4,000 sutras. His grammar was influential on foundational scholars such as Ferdinand de Saussure and Leonard Bloomfield. Ashtadhyayi is the famous text by Panini. It contains 8 chapters with 3,959 verses. It is the foundational text of the Vyakarana branch of the Vedanga. Ashtadhyayi attracted numerous commentaries. Patanjali's Mahabhashya is the most famous one. Panini's theory of morphological analysis was more advanced than any equivalent Western theory before the 20th century. BC 5ാം നൂറ്റാണ്ടാണ് പാണിനിയുടെ കാലം. സംസ്കൃത ഭാഷാശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമാണ് പാണിനി. അഷ്ടാധ്യായിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. പാണിനിയുടെ ഭാഷാശാസ്ത്ര പഠനങ്ങൾ അതിസങ്കീർണവും സാങ്കേതിക മേന്മകൾ ഉൾക്കൊള്ളുന്നവയുമാണ്. നിരുക്തം, വർണ്ണം, മൂലം എന്നിവയുടെ പഠനങ്ങൾ പാശ്ചാത്യ ഭാഷാശാസ്ത്രജ്ഞന്മാർക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പാണിനി നിർവഹിച്ചതായി കരുതുന്നു. പാണിനിയുടെ അഷ്ടാധ്യായിയിൽ 8 അധ്യായങ്ങളും 4000 ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്നു. പാണിനി രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. 8 അധ്യായങ്ങളുള്ളതിനാലാണ് ഇതിന് അഷ്ടാധ്യായി എന്ന് പേര് വന്നത്. പാണിനീയം എന്ന പേരിലും ഈ ഗ്രന്ഥം പ്രസിദ്ധമാണ്. സംസ്കൃത ഭാഷയുടെ വികാസ ചരിത്രത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി ഈ കൃതിയെ കണക്കാക്കുന്നു. പാണിനിയുടെ അഷ്ടാധ്യായി പ്രസിദ്ധ ഭാഷാശാസ്ത്രകാരന്മാരായ സൊസൂർ, ബ്ലൂംഫീൽഡ് തുടങ്ങിയവരെ വളരെയധികം സ്വാധീനിച്ചതായി കാണാം.